നമസ്തേ. നമ്മൾ വിശാരദ പൂർവാർദ്ധത്തിലുള്ള ആദ്യത്തെ പേപ്പറിലെ നവീൻ ഗദ്യചയനയിൽ നിന്നുമുള്ളതാണ്. അതിൽ 5-ാമത്തെ പാഠം ഗുണ്ട എന്നുള്ളതാണ്. എഴുതിയിരിക്കുന്നത് ശ്രീ ജയശങ്കർ പ്രസാദ്ജിയാണ്. പഠിത് പുസ്തകത്തെ ആധാർ പർ ഗുണ്ട പാഠ് കാ സാരാംശ് ലിഖിയേ. ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ആധാരത്തിൽ ഗുണ്ട എന്നുള്ള പാഠത്തിൻ്റെ സാരാംശം എഴുതുക. ഇതിൽ കഥ എഴുതിയിരിക്കുന്നത് ശ്രീ ജയശങ്കർ പ്രസാദ്ജിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവനി കാശി മേ ഏക് ധനി വൈശ്യ പരിവാർ മേ ഇൻകാ ജന്മ ഹുവ. കാശിയിലൊരു പണക്കാര കുടുംബത്തിൽ തന്നെയാണ് അദ്ദേഹം ജനിച്ചത്. ये പൈതൃക് വ്യവസായ കോ സംഭാലത്തെ ഹുയെ ഇനോനെ ഘർ കഹി അനേക ഭാഷയും സീക്കി दी. തൻ്റെ കുടുംബപരമായിട്ടുള്ള വ്യവസായം ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിലിരുന്നുകൊണ്ട് വളരെയധികം ഭാഷകൾ പഠിച്ചിരുന്നു. സാഹിത്യക് പരിചയ ഹിന്ദി ഗദ്യ സാഹിത്യ മേ അപ്നെ ലിയെ അലഗ് സ്ഥാൻ ബനായെ രഖ്നെ വാലെ. ഹിന്ദി ഗദ്യ സാഹിത്യ ലോകത്ത് വേറൊരു സ്ഥാനം വഹിക്കുന്ന ശ്രീ ജയശങ്കർ പ്രസാദ് ഹിന്ദി കെ വരദാൻ ഹെ. ജയശങ്കർ പ്രസാദ് ഹിന്ദിയുടെ ഒരു വരദാനം തന്നെയാണ്. ഹിന്ദി സാഹിത്യമേ കവി കഹാനികാർ തഥാ നാടകക്കാർ കെ രൂപമേ ഇൻകാ കാം സദാ സർവദാ സരാഹനീയ രഹാ ഹെ. ഹിന്ദി സാഹിത്യത്തിൽ കവി, കഥാകാരൻ, നാടകക്കാരൻ്റെ രൂപത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്നും വളരെയധികം വിലപ്പെട്ടതായിരുന്നു. ഇതിഹാസ് ഇൻകാ പ്രിയ വിഷയത. ചരിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വിഷയം. ഇൻകി കഹാനിയാം കി അപ്നി അലഗ് വിശേഷതായേം ഹി. അദ്ദേഹത്തിൻ്റെ കഥകളിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു വിശേഷതകൾ കാണാൻ കഴിഞ്ഞിരുന്നു. രചനായേം കാമായനി, ആൻസു, ലഹർ, ജർന, ചന്ദ്രഗുപ്ത ദുരോസ്വാമിനി ആദ്യ. അദ്ദേഹത്തിൻ്റെ രചനകളാണ് കാമായനി, ആൻസു, ലഹർ, ജർന, ചന്ദ്രഗുപ്ത ദുരോസ്വാമിനി മുതലായവ. ഗുണ്ട എന്നുള്ള പാഠത്തിൻ്റെ സാരാംശം. ഹിന്ദി സാഹിത്യ കാ അമൃതമായി കഹാനി ശ്രീ ജയശങ്കർ പ്രസാദ് की कहानी गुंडा अत्याचारियों के विरुद्ध लड़ने वाले एक देशभक्ति की कहानी है. ഹിന്ദി സാഹിത്യത്തിൽ അമൃതമയമായിട്ടുള്ള കഹാനികാരനായ ശ്രീ ജയശങ്കർ പ്രസാദിൻ്റെ കഥയായ ഗുണ്ട അത്യാചാരികൾക്കെതിരായി യുദ്ധം ചെയ്യുന്ന ഒരു ദേശഭക്തിൻ്റെ കഥയാണ്. ദേശ് ഓർ ധർമ്മ കി രക്ഷാ കെ ലിയെ ഇൻ കഹാനി കാ നായക് ലഡ്തേ ഹെ. ദേശത്തിനും ധർമ്മത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി ഈ കഥയിലെ നായകൻ യുദ്ധം ചെയ്യുന്നു. ഏക് ആദ്മി പുരുഷ് ആദർശ പുരുഷ് കി കഹാനി ഹി. ഒരു ആദർശ പുരുഷൻ്റെ കഥയാണ് ഇത്. കാശി കാശി ഹമാരെ ദേശ് കി പുണ്യപുരി മാനി ജാതി ഹെ. കാശി നമ്മളുടെ ദേശത്തിൽ വളരെയധികം പുണ്യ സ്ഥലമായി കണക്കാക്കുന്നു. ഈ ഏക് ജമാനെ മേ യഹ് ഷഹർ ദർശൻ, ന്യായ്, വിദ്യ തഥാ ശാസ്ത്ര കെ ലിയെ മഷ്ഹൂർ ഥ. ഒരു കാലഘട്ടത്തിൽ ഈ പട്ടണം തത്വശാസ്ത്രങ്ങൾക്കും ന്യായത്തിനും വിദ്യാഭ്യാസത്തിനായാലും ശാസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും പ്രസിദ്ധി നേടിയതായിരുന്നു. ശങ്കരാചാര്യ ജैसे महान संतों के शोभित ये शहर 18वीं सदी के मध्य से अधर्मियों के भरने लगे. ശങ്കരാചാര്യൻ്റെ ആ മഹാനായ സന്യാസിമാരിൽ ശോഭിച്ചിരുന്ന ഈ പട്ടണം 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി അധർമ്മികൾ നിറയുവാനായി തുടങ്ങി. യഹാം കെ ബാസാർ കി നഹീം ബൽക്കി ഗലിയോ മേ ജനത അസുരക്ഷിത തി. അവിടെയുള്ള തെരുവുകളിൽ മാത്രമല്ല, മാർക്കറ്റുകളിൽ മാത്രമല്ല, തെരുവുകളിലും ജനങ്ങൾ സുരക്ഷിതരല്ലായിരുന്നു. മഹിളാവോം കാ ജീവൻ സങ്കടമേംദ. സ്ത്രീകളുടെ ജീവിതം വളരെയധികം സങ്കടകരമായിരുന്നു. സമാജ് കെ ഇസ് രൂപ കെ അത്യാചാരിയോം സെ ബജനെ ബച്ചാനെ കെ ലിയെ സജ്ജനോം കോ ബി ഗുണ്ട ബന്ന പട. സമൂഹത്തിലെ ഈ രൂപത്തിലെ അത്യാചാരികളെ രക്ഷിക്കുന്നതിനും രക്ഷപ്പെടുത്തുന്നതിനും വേണ്ടി സജ്ജനങ്ങളെല്ലാം ഗുണ്ടകളായിത്തീർന്നു. സജ്ജനവും നാരിയോം തഥാ നിർഭലോം കി രക്ഷാ കെ ലിയെ കുച്ച് സുരസ ഗുണ്ട ബൻതേതെ. നല്ല ജനങ്ങളെയും സ്ത്രീകളെയും നിർഭലരെയും എല്ലാം രക്ഷിക്കുന്നതിന് വേണ്ടി കുറച്ച് നല്ലവരെല്ലാം തന്നെ ഗുണ്ടകളായി തീർന്നു. നിവാസി സജ്ജൻ ഠാക്കൂർ നിരഞ്ജൻ സിംഗ് പുത്ര നന്നു സിംഗ് को जो सब प्रकार के विरुद्ध समाज की रीति रिवाज देखकर गुंडा बन गई. കാശിയിലെ നിവാസിയായ ഠാക്കൂർ നിരഞ്ജൻ സിംഗിൻ്റെ മകൻ നന്നു സിംഗ് എല്ലാ രീതിയിലും വീരനായിരുന്നു. സമൂഹത്തിലെ ആചാരങ്ങൾ കണ്ടുകൊണ്ട് ഗുണ്ടയായിത്തീർന്നു. സംയമി തഥാ സച്ചരിത്ര ഹോനെ പർ ഭി ദുർജനോം കെ ദണ്ഡിത് കർണെ തഥാ സജ്ജനോം കി രക്ഷാ കർണെ കെ ലിയെ ഉൻകോ ഗുണ്ട ബന്നപ്പട. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഗുണ്ടയായതെന്ന് വെച്ചാൽ, നല്ല സ്വഭാവം ചീത്തയായിട്ടുള്ളവരെ ശിക്ഷിക്കുന്നതും കാണുമ്പോൾ സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഗുണ്ടയായിത്തീർന്നത്. 50 साल की उम्र में भी वे बलिष्ठ थे. 50 വയസ്സ് പ്രായമായിട്ടുണ്ടെങ്കിലും വളരെയധികം ശക്തിവാനായിരുന്നു. ചൗക്ക് പർ പാൻ ഖാന തഥാ ഗീത് വാലിയോം കോ ഗാന സുന്ന ഉൻകാ ഷൗക്ത. ആ 4 ചേർന്ന കവലയിൽ നിന്നുകൊണ്ട് വെറ്റില തിന്നുകയും പാട്ട് പാടുന്നവരെ പാട്ട് കേൾക്കുകയുമായിരുന്നു ആ നന്നു സിംഗിന് വളരെയധികം ഇഷ്ടപ്പെട്ട കാര്യം. ഹുബര മൗലവി ഏക് ബാർ ഗുണ്ടേ കോ ഗാന സുന്നേ കി ഇച്ഛ ഹുയി. ഒരിക്കൽ ഗുണ്ടയ്ക്ക് പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടായി. 5 രൂപയെ ദേക്കർ
സാരംഗിയും ഓർ ഖാനെ വാലോം കോ ബുലായ. 5 രൂപ കൊടുത്തുകൊണ്ട് പാട്ടുകാരെയെല്ലാം വിളിച്ചു കൂട്ടി. ബണേ ആനന്ദ് കാ സമയത, വളരെയധികം ആനന്ദമുള്ള സമയമായിരുന്നു. തബി വഹാം കെ ഖുബര മൗലവി 2 സിപ്പാഹിയോം കെ സാത്തായ. ആ സമയത്ത് അവിടേക്ക് ഖുബര മൗലവി 2 സൈന്യാധിപരെയും കൊണ്ട് അവിടേക്ക് വന്നു. ദുലാരി കോ റെജിഡൻറ്റ് സാഹബ് കി കോട്ടി പർ ലേ ജാനാഥ. ആ ദുലാരിക്ക് റെജിഡൻറ്റ് സാഹിബിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകണമായിരുന്നു. ഖുബര മൗലവി തോ റെജിഡൻറ്റ് കാ ബഹുത് വിശ്വസ്ത. ഖുബര മൗലവി ആണെങ്കിൽ ഈ റെജിഡൻറ്റിൻ്റെ വളരെയധികം വിശ്വസ്തനായ വ്യക്തിയായിരുന്നു. ലോക് ഖുബര മൗലവി സെ ഡർത്തേത്. എല്ലാവർക്കും ഈ ഖുബര മൗലവിയെ പേടിയായിരുന്നു. ഗുണ്ടേ കോ ഡർ കാ നാം തക് നഹീ ഥാ. എന്നാൽ ഗുണ്ടയെ പേടിയില്ല. ഈ ജാപ്പട്ട് സേ ഉനോനെ മൗലവി കോ ബഹുത് ദൂർ ഗിരായ. ഒരിക്കൽ ഒരു നല്ലൊരടി വെച്ച് കൊടുത്തുകൊണ്ട് ഗുണ്ട മൗലവിയെ വളരെ ദൂരെ ചെന്ന് വീഴ്ത്തുകയും ചെയ്തു. രാജ്മാത പന്ന. രാജ്മാത പന്ന ശിവാലയ് ഘാട്ട് മേ പൂജ കർത്തി थी. രാജമാതാവായ പന്ന ശിവാലയത്തിലെ ആ താഴ്വരയിൽ പൂജ ചെയ്യുകയായിരുന്നു. ഉസ്നെ പൂജ കെ സമയ ഗാനെ കെ ലിയെ ദുലാരി കോ ബുലായ था. പൂജ ചെയ്യുമ്പോൾ പാട്ട് പാടുന്നതിന് വേണ്ടി ദുലാരിയെ വിളിച്ചിരുന്നു. ദുലാരി വഹാം ദേർ സെ പഹുഞ്ചി. നേരത്തെ എത്തിയിരുന്നു. രാജമാത പന്ന കോ മാലൂം ഹുവാ കി മൗലവിനെ ദുലാരി കോ രോക്കാത. രാജമാത പന്നയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ മൗലവി ദുലാരിയെ തടുത്തു നിർത്തിയതാണ്. നന്നൂക് സിംഗ് കെ കാരൻ ഹി വഹ ആ പായി. നന്നൂ സിംഗ് കാരണമാണ് ദുലാരിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് എന്ന് രാജമാതയ്ക്ക് മനസ്സിലായി. ഗുണ്ട ഔർ പന്ന. अपनी सहेली गेंदा से राजमाता पन्ना को मालूम हुआ कि गुंडा वही है जिसके बचपन में हाथी से उनके सबको बचाया था. കൂട്ടുകാരിയായ ആ ഗേന്ദ രാജമാത പന്നയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഗുണ്ട കുട്ടിക്കാലത്ത് ആനയിൽ നിന്നും രക്ഷപ്പെടുത്തിയതാണ്. പന്ന കി രൂപ് ലാവണ്യദാസെ രാജാനെ ബൽപൂർവക് ഉസേ വിവാഹ കർ ലിയാ था. പന്നയുടെ രൂപലാവണ്യ ഭംഗി കണ്ടുകൊണ്ട് രാജാവ് വളരെയധികം ബലത്തോടുകൂടി വിവാഹം ചെയ്തതായിരുന്നു. ബച്ച ഹുവാ തോ ഉസേ രാജമാത കാ പദ് മില. കുട്ടിയായ സമയത്ത് രാജമാത എന്നുള്ള പദവിയും ലഭിച്ചു. പന്ന കെ മൻമേ നന്നൂ സിംഗ് കെ പ്രതി പ്യാർ തഥാ ആദർത. അപ്പോഴും പന്നയുടെ മനസ്സിൽ നന്നൂ സിംഗിനെ പറ്റി വളരെയധികം സ്നേഹവും ആദരവും ഉണ്ടായിരുന്നു. നന്നൂ കെ മൻമേം ബി ഉസ്കെ പ്രതി ആദർത. നന്നൂക്കിൻ്റെ മനസ്സിലും വളരെ വലിയ ആദരവാണ് ഉണ്ടായിരുന്നത്. ബലിദാൻ. नगर में आतंक छा जाने के कारण बताकर अंग्रेज सरकार ने राजा जय सिंह तथा രാജമാതാ की कैद का आदेश दिया. കൊട്ടാരത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കാര്യവും പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് ഗവൺമെൻറ് രാജ ചേതാ സിംഗിനെയും രാജമാതയും അറസ്റ്റ് ചെയ്യാനായി തടവറയിലാക്കാനായി നിർദ്ദേശിച്ചു. ഖബർ ജാൻകർ നന്നൂ സിംഗ് ശിവാലയ് ഘാട്ട് ഗയെ. ഇതറിഞ്ഞുകൊണ്ട് അവിടേക്ക് പോയി. വഹാം രാജ की कैद होने ही वालिदी सिपाही ചേതാരാം കെ ഹാത്ത് കോ നന്നൂക്കിനെ കാട്ട് ദിയ. അവിടെ വെച്ച് രാജാവ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സൈന്യാധിപന്മാരിൽ ചേതാരാമിൻ്റെ കയ്യിൽ നിന്ന് നന്നൂക്കിനെ കാട്ട് ദിയ. അവരുടെ കൈകളെ മുറിച്ചു മാറ്റി. ലഫ്റ്റനന്റ് തഥാ മൗലവി ദോനോം കോ മാർ ഡാല. ലഫ്റ്റനന്റിനെയും മൗലയെയും അടിച്ചു മാറ്റിവിട്ടു. രാജ ചേത സിംഗ് രാജമാതാ കോ ഉസ്കെ ഡോങ്കി പർ ബിട്ടാക്കർ വഹാം സെ നിക്കൽവാ ദിയ. രാജ ചേതാ സിംഗിനെയും രാജമാതാവിനെയും അവിടെ നിന്നും ഒരു ഡോങ്കിയിലിരുത്തിക്കൊണ്ട് അവിടെ നിന്നും പുറത്തു പോവുകയും ചെയ്തു. അവരെയും കൊണ്ട് പുറപ്പെട്ടു പോവുകയും ചെയ്തു. ഡോങ്കി സെ രാജ ദേഖ് രഹേ थे. വഹാ അംഗ്രേസ് സിപ്പായി നന്നൂ സിംഗ് പർ വാർ കർ രഹേ थे. അവിടെ വെച്ച് കാണാൻ കഴിഞ്ഞത് ഇതായിരുന്നു. ഇംഗ്ലീഷ് സൈന്യാധിപൻ നന്നൂ സിംഗിനോട് ഏറ്റുമുട്ടുന്നു. ഹർ അങ് കാട്ട് കർ ഗിർ രഹാദ. ഓരോ ഭാഗങ്ങളും വെട്ടിമുറിച്ച് മാറ്റുന്നത് കണ്ടു. ലേക്കിൻ നിഡർ ഹോക്കർ തൽവാർ ചല രഹാദ. ഒട്ടും തന്നെ പേടിയില്ലാതെ നന്നൂ സിംഗ് അവരോട് എതിരിടുന്നതായിട്ട് കാണാനായി കഴിഞ്ഞു. വിശേഷത ഭാരത് കാ ഇതിഹാസ് വിഭിന്ന വംശം തഥാ സാമ്രാജ്യത്തെ സംബന്ധ ഹെ. ഭാരതത്തിൻ്റെ ചരിത്രം വിഭിന്ന വംശങ്ങളുടെയും സാമ്രാജ്യത്തെയും ബന്ധമുള്ളതാണ്. ഭാരത് ദേശ് മേ അനേകാനാക് വീർ പൈദാ ഹുയേ थे. ഭാരതദേശത്തിൽ വളരെയധികം വീരന്മാർ ജനിച്ചിട്ടുണ്ട്. समय समय पर देश के प्रति भक्ति दर्शाकर उन्होंने लोगों के सामने महानता की साक्षी दी. അതാത് സമയങ്ങളിൽ ദേശത്തെപ്പറ്റി ഭക്തി കാണിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ വളരെയധികം മഹാനതയ്ക്ക് സാക്ഷിയായി തീരുകയായിരുന്നു. യഹ് കഹാനി ബി നന്നൂ സിംഗ് കി ദേശഭക്തി കി കഹാനി ഹെ. ഈ കഥ നന്നൂ സിംഗിൻ്റെ ദേശഭക്തിയുടെ കഥയായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.